നമസ്കാരം. ഞാൻ എന്ത് പറയാൻ മറുപടി? ഞാൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചതേ ഉള്ളൂ. പിന്നെ ഇത്രയും സീനുകൾ വേണ്ട സാർ, സീനുകൾ കുറച്ച് കളയണം. 2 സിനിമയുടെ നീളം വരും. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയട്ടെ സാർ? പറയൂ. 82 വയസ്സായ മധുസാറാണ് നായകൻ, 75 വയസ്സായ തമ്പി സാറാണ് സംവിധായകൻ, 70 വയസ്സ് കഴിഞ്ഞ ശാരദാമ്മയാണ് നായിക. ഈ ജനറേഷനിലെ സിനിമ കാണാൻ വന്നിരുന്നവർ ഇപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ, ടി വിയുടെ മുന്നിലാണ് സാർ. അതുകൊണ്ട് ശാരദാമ്മയും മധുസാറും അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ, അല്ലെങ്കിൽ തമ്പി സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്ന ആ ജനറേഷൻ ഇപ്പോൾ തിയേറ്ററിൽ വരുന്നില്ല, ഇപ്പോൾ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് സാറൊന്ന് റീതിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കഥയിൽ തന്നെ ഇവരെ വച്ചുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സായി കുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട്, മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമി, ഇവരുടെയൊക്കെ സീനുകൾ കുറച്ച് കൂട്ടണം. അല്ല, മധുസാർ തന്നെ ചോദിച്ചു, എന്നെ ഇങ്ങനെ ഈ മുഖം സ്ഥിരമായി ഇങ്ങനെ വച്ച് കാണിച്ചാൽ ആളുകൾ കാണുമോ എന്ന് തമ്പി സാറിനോട് എന്നെ മധുസാർ ചോദിച്ചു, നായകനാണെന്ന് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു, സായിയെയും ലക്ഷ്മി ഗോപാലസ്വാമിയും സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെയൊക്കെ സീൻ കുറേ കൂട്ടാം നമുക്ക്, എന്നിട്ട് മധുസാറും ശാരദാമ്മയായിട്ടുള്ള സീനുകൾ കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് സാർ? ഈ സിനിമയ്ക്കായി എല്ലാ ഇതിൽ അഭിനയിക്കുന്ന നടന്മാരുടെയും ഒരുപാട് ഡേറ്റുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ലക്ഷ്മി ഗോപാലസ്വാമിക്ക് എത്ര പതുക്കെ നമ്മൾ എടുത്താലും 6 ദിവസമേ ഈ പടത്തിൽ വേണ്ട. പക്ഷേ സാർ വാങ്ങിച്ചിരിക്കുന്നത് 30 ദിവസത്തെ ഡേറ്റാണ്. അത്രയും കാശ് കൊടുത്ത് 30 ദിവസത്തേക്കുള്ള റേറ്റ് പറഞ്ഞാണ് 6 ദിവസത്തേക്ക് വിളിച്ചിരിക്കുന്നത്. മാമുക്കോയ 2 ദിവസം മതി സാർ, അദ്ദേഹത്തിൻ്റെയും 30 ദിവസം വാങ്ങിയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു 14 ദിവസം, 13-14 ദിവസം മതി, പക്ഷേ അയാളിൽ നിന്ന് വാങ്ങിച്ചു 30 ദിവസം. ശശികുമാർ സാറിൻ്റെ ടൈപ്പ് സിനിമകളുടെ കാലം കഴിഞ്ഞ് സാർ, സിനിമ മാറി. പക്ഷേ നമുക്ക് നല്ല വൃത്തിയായിട്ട് 30-35 ദിവസം കൊണ്ട് ഈ സിനിമ ഭംഗിയായിട്ട് നമുക്ക് തീർക്കാം. സാർ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ വന്നാൽ രാത്രി 9 മണി വരെ നന്നായി വർക്ക് ചെയ്താൽ ഒരു 25-30 ദിവസത്തിനിടയിൽ നമുക്ക് ഈ സിനിമ തീർക്കാം. 4 പാട്ടൊക്കെ ഉണ്ട്, അതിന് താഴെ മതി സാർ, 30 ദിവസത്തിന് താഴെ മതി. ആകെ 5 ലൊക്കേഷനിലേ ഉള്ളൂ. എനിക്ക് രാവിലെ 7 മണിക്കൊന്നും വരാൻ കഴിയില്ല. അത് പടത്തിൻ്റെ സംവിധായകനും പടത്തിൻ്റെ തിരക്കഥാകൃത്തും പടത്തിൻ്റെ നിർമ്മാതാവുമായ, കാശ് മുടക്കുന്ന നിർമ്മാതാവുമായ തമ്പി സാർ പറയാണ്, എനിക്ക് രാവിലെ 7 മണിക്ക് വരാനാവില്ല. എന്താ സാർ? എനിക്ക് വീടിൻ്റെ മേളിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം, വേറെ ചില പണികളുമുണ്ട്, അതൊക്കെ തീർത്തിട്ടേ എനിക്ക് വരാൻ പറ്റൂ. സാറിൻ്റെ വീട്ടിൽ ജോലിക്കാർ വരുമല്ലോ, അവർ അതൊക്കെ ചെയ്യില്ലേ? ഞാനത് അനുവദിക്കാറില്ല, അതൊക്കെ ഞാൻ തന്നെ ചെയ്യും, അത് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റും. ഈ അമ്പിലും വില്ലിലും തമ്പി സാർ അടുക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ സാറ് ഒരു 9 മണിയാകുമ്പം സാറിൻ്റെ കാർ ഒന്നിക്കും. ആ കാറിൽ നിന്ന് സാർ ഇറങ്ങിയിട്ട് എല്ലാവരും എണീറ്റിരിക്കും. അപ്പോൾ ഒരാളിൻ്റെയും മുഖത്ത് നോക്കില്ല, അസോസിയേറ്റ് ഡയറക്ടറായ എൻ്റെ മുഖത്ത് പോലും നോക്കില്ല. സാർ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നടന്നു പോയി ഒരു മുറി അവിടെ റെഡിയാക്കിയിട്ടേക്കും, ആ മുറി ഇപ്പോൾ ഇരിക്കും. അപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും ഒക്കെ ആയിട്ട് ചെല്ലും. അവിടെ ഇരുന്ന് പതുക്കെ സമയമെടുത്ത് അത് കഴിക്കും. അത് കഴിച്ചിട്ട് കയ്യൊക്കെ കഴിയും, അവിടെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് വരുള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും നിൽക്കും, ദിനേശ് പോന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരാളായി മാറും. അതൊരു എനിക്ക് കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ്. കാരണം രാവിലെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആര് വിഷ് ചെയ്താലും തിരിച്ച് വിഷ് ചെയ്യൊന്നുമില്ല, ഇങ്ങനെ കയറിങ് അകത്ത് പോകും. ആഹാരം കഴിച്ച് പുറത്ത് വരുമ്പോൾ സാർ എല്ലാവരോടും നോർമലായിട്ട് പെരുമാറും. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ സിനിമാ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഉറ്റമിത്രമായ ശബ്ദക്കച്ചവടക്കാരി എന്നെ ഒരു ദിവസം വിളിച്ചു, ദിനേശേ, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് രാജി ചേച്ചി തിരുവനന്തപുരത്ത് വരും. രാജി ചേച്ചി എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഭാര്യയാണ്. ദിനേശിനോടല്പം രാജി ചേച്ചിക്ക് സംസാരിക്കണം എന്നോട് പറഞ്ഞു. ഒന്ന് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിന്? എനിക്ക് അവരെ പരിചയമില്ലല്ലോ. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ലൊക്കേഷനിൽ വരാൻ പറയും, അവിടെ വെച്ച് ഞാൻ സംസാരിക്കാം. അത് പോരാ ദിനേശേ,
ചേച്ചിക്ക് ദിനേശിനോട് എന്തൊക്കെയോ പറയാനുണ്ട്, അത് വേണ്ട, ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ ഇക്കാര്യം തമ്പി സാറിനോട് പറഞ്ഞു. നന്നായി, നിങ്ങളങ്ങനെ പറഞ്ഞത് നന്നായി. ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ വിളിച്ചത്. സാർ അർത്ഥഗർഭമായ ഒരു ചിരി ചിരിച്ചു. എന്നാൽ ഇവിടെയെങ്കിലും ഞാൻ ഒതുങ്ങണ്ടേ? എവിടെ, ഞാൻ ഒതുങ്ങില്ലല്ലോ. പിറ്റേന്ന് പോയപ്പോൾ 2013, 2014, 2015 കാലഘട്ടത്തിൽ ഇറങ്ങിയ നല്ല വിജയമായതും നല്ല പേരുണ്ടാക്കിയതുമായ 10-18 മലയാള സിനിമകളുടെ DVD ഒരു കവറിലിട്ട് ഞാൻ ചെന്നു. DVD കവറ് സാറിൻ്റെ മേശപ്പുറത്ത് വച്ചു. എന്നിട്ട് ചർച്ച ആരംഭിച്ചു. മേശപ്പുറത്ത് വച്ചിട്ട് ചർച്ച ആരംഭിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാറ് ആ കവറിലേക്ക് നോക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് സാറിന് തോന്നി. സാറ് കാസ്റ്റ് ചെയ്ത ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത കഥാപാത്രങ്ങളിൽ ലാലു അലക്സ് മിസ്കാസ്റ്റാണ് സാർ. എത്ര ഭംഗിയായി നമ്മൾ മേക്കപ്പ് ചെയ്താലും ലാലു അലക്സ് മധുസാറിൻ്റെ സ്നേഹിതൻ്റെ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ മധുസാറിനെ എടാ പോടാന്ന് വിളിക്കുന്ന സുഹൃത്തായാൽ നന്നാവില്ല സാർ. മധുസാറിൻ്റെ സുഹൃത്തായിട്ട് എടാ പോടാന്ന് വിളിക്കുന്ന ക്യാരക്ടറാണ് ലാലു അലക്സിന്. മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലാലു അലക്സ്. വിഗ് വയ്ക്കാതിരുന്നാൽ ഒരു വിധം നമുക്ക് ചെയ്യാം. എന്നാലും ലാലു അലക്സ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരോചകത്വമുണ്ട് സാർ. പക്ഷേ മധുസാറിൻ്റെ മകനായി ചെയ്തിട്ടുള്ള ലാലു അലക്സ് എടാ പോടാ എന്നുള്ള കൂട്ടുകാരനായാൽ മോശമാവും സാർ. എന്നാൽ വിഗ് വയ്ക്കണ്ട എന്നായി സാർ. അത് അദ്ദേഹം സമ്മതിക്കില്ല സാർ. വിഗ് വയ്ക്കാതെ ലാലു അലക്സ് അഭിനയിക്കില്ല. വിഗ് വയ്ക്കാതെ എന്തൊരു ഭംഗിയാണ് ലാലു അലക്സ്. പക്ഷേ അദ്ദേഹം ഈ പാർട്ട വിഗ് വെച്ചേ അഭിനയിക്കും. വേറൊരു പ്രശ്നം കൂടിയുണ്ട് സാർ. അയാൾ നമ്മൾ അനുവദിച്ച ഹോട്ടലിൽ താമസിക്കില്ല. അയാൾക്ക് ഹൈസന്ത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ മുറി വേണം എന്ന് പറയുന്നു. ഞാനത് സമ്മതിക്കാതെ നിൽക്കുകയാണ് എന്നായി മധു സാർ. അല്ല തമ്പി സാർ, ദിനേശ് ഒന്ന് സംസാരിക്കും കേട്ടോ അയാളോട്. നമുക്ക് SP ഗ്രാൻഡേ കൊടുക്കാൻ പറ്റും. മലയാളത്തിലെ വലിയ താരങ്ങൾ വന്ന് താമസിക്കുന്ന സ്റ്റാർ ഹോട്ടലല്ലേ. അതിന് പകരം അതിനേക്കാളും വാടകയുള്ള ഹൈസിന്തിൽ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ സിനിമയിൽ താമസിക്കാൻ വരുന്നവർ ഞാൻ കൊടുക്കുന്ന ഹോട്ടലിൽ താമസിക്കണം. ദിനേശ് ഒന്ന് സംസാരിക്കും. ഞാൻ ലാലു അലക്സിനെ വിളിച്ചു. അമ്മയ്ക്കൊരു താരാട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇപ്പോൾ ഞാനാണെന്ന് ആമുഖമായി പറഞ്ഞപ്പോൾ ലാലുച്ചായന് വലിയ സന്തോഷം. ഞാൻ അവതരിപ്പിച്ചു. ആദ്യം ഹോട്ടൽ ഇഷ്യൂ തന്നെ എടുത്തു. SP ഗ്രാൻഡ് നല്ല ഹോട്ടലല്ലേ ചേട്ടാ? അച്ചായ, സിനിമാക്കാർ ഒരുപാട് അവിടെയല്ലേ താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് SP ഗ്രാൻഡ് പറ്റില്ല, ഹൈസിന്ത് വേണം എന്ന് ചേട്ടൻ വാശി പിടിച്ചത് എന്ന് ചോദിച്ചു. മോനെ, SP ഗ്രാൻഡിൽ ഞാൻ നിരവധി തവണ താമസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം. എൻ്റെ മോൻ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കാറ് സമ്മാനമായി കൊണ്ടുവന്നു. അത് SP ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ കയറില്ല, തട്ടും. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചനെ. എനിക്ക് അങ്ങനെ പിടിവാശിയൊന്നുള്ള ആളല്ല. ഇതൊന്ന് അദ്ദേഹത്തോട് പറയും പ്ലീസ്. ഞാനത് തമ്പി സാറിനോട് പറഞ്ഞു. എനിക്കാണെന്ന് പറയണ്ട, ഞാൻ SP ഗ്രാൻഡ് കൊടുക്കും. ഹൈസിന്തിൻ്റെ വലിയ വാടക കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ച് ലാലു അലക്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ദിനേശ് മോനെ, തമ്പി സാർ എനിക്കായി 10 രൂപ അധികം ചിലവാക്കണ്ട. എനിക്ക് SP ഗ്രാൻഡിലെ റൂമിൻ്റെ പൈസ തന്നാൽ മതി. ബാക്കി ഹൈസിന്തിൽ എത്ര കൊടുക്കണോ അത് ഞാൻ കൊടുത്തോളാം എന്നായി ലാലു അലക്സ്. അപ്പോൾ ഞാനത് സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറയുന്നത്, എൻ്റെ പടത്തിന് അയാൾ പൈസ ഒന്നും മുടക്കണ്ട. എൻ്റെ പടത്തിന് അഭിനയിക്കാൻ വന്നാൽ അയാൾ താമസിക്കുന്ന റൂമിൻ്റെ വാടക ഞാൻ കൊടുക്കും. അയാളെ കയ്യിൽ നിന്നിട്ടൊന്നും എൻ്റെ പടത്തിന് കൊടുക്കണ്ട. ഇതാണ് പുള്ളിയുടെ ഒരു ലൈൻ. ഞാനതൊന്നും അനുവദിക്കില്ല. ഹൈസിന്തിലേറിയാൽ 1000 രൂപ കൂടി ആകാം. അതങ്ങ് കൊടുത്താലും പ്രശ്നം തീരുമല്ലോ സാർ എന്നായി ഞാൻ. എനിക്കത് സമ്മതമല്ലെന്നേ. എന്നോട് ചാൻസ് ചോദിച്ച് വന്നിട്ടുള്ളവനാ. ഞാൻ ഇവരുടെ മുന്നിലൊന്നും തോൽക്കാൻ നിൽക്കില്ല. നസീർ സാറിനോട്, ദേവരാജ മാഷിനോട് ഞാൻ തോറ്റിട്ടില്ല. പിന്നെയാണ് ഈ ലാലു അലക്സിനോട്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് സാർ.
മധുസാറിനെ എടാ പോടാ എന്ന് വിളിക്കുന്ന ക്യാരക്ടറാണ്. വിഗ്ഗില്ലാതെ മേക്കപ്പിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലാലുച്ചാൻ പറയുന്നത്, എടാ മോനെ, 10-21 വയസ്സിൻ്റെ എങ്കിലും മൂപ്പുണ്ട് മധുസാറും ഞാനുമായിട്ട്. എന്നെക്കാൾ 10-21 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. വിഗ് മാറ്റിയാലൊന്നും അത് ശരിയാവില്ല. എന്നെ ഇതിലെ നായകനാക്കാൻ പറ, അതായത് മധുസാറിൻ്റെ വേഷം കൊടുക്കാൻ പറ. വിഗ്ഗില്ലാതെ, മീശയില്ലാതെ, ഉടുതുണി ഇല്ലാതെ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. അതല്ലാതെ പറ്റില്ല എന്നാണ് ലാലു അലക്സ് പറയുന്നത്. ഞാനിതെല്ലാം തമ്പി സാറിനോട് പറഞ്ഞു. അയാൾ എനിക്ക് ഈ പടത്തിൽ ഇനി വേണ്ട എന്നായി തമ്പി സാർ. വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു തരാൻ പറ. ഞാൻ ലാലു അലക്സിനെ വിളിച്ചു, കാര്യം പറഞ്ഞു. ലാലു അലക്സ് സന്തോഷപൂർവ്വം പറഞ്ഞു, മോനെ, എൻ്റെ BP നോർമലാവുന്ന പോലെ തോന്നുന്നടാ. ഞാനിപ്പം തന്നെ 1,00,000 രൂപ അക്കൗണ്ടിലിടാം. നമുക്ക് കാണണം. നിന്നെ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ സ്വയംവരമ്പതിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വിവരം തമ്പി സാറിനോട് പറഞ്ഞു. ഇട്ടില്ലേലാവുമ്പോൾ വേറെ അറിയും. ശ്രീകുമാരൻ തമ്പിയുടെ അവൻ്റെ കളി. അയാൾ ഇടാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം, ഇട്ടില്ലെങ്കിൽ വിവരം അറിയുന്നു. സാറ് ചൂടാവണ്ട, അയാൾ ഇടും ഇന്ന് തന്നെ, സാറിന് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു. ഇട്ടാൽ അവന് കൊള്ളാം. പറഞ്ഞു കഴിഞ്ഞതും എനിക്ക് ലാലു അലക്സിൻ്റെ ഫോൺ, മോനെ, തമ്പി സാറിൻ്റെ ആ കാശ് ഞാൻ ഇട്ടിട്ടുണ്ടേ അക്കൗണ്ടിൽ. അപ്പോൾ തന്നെ ഇട്ടു പുള്ളി. അപ്പോൾ ഇനി ആര് ആ വേഷത്തിന് എന്നുള്ള ചർച്ച ആലോചിക്കുകയാണ്. ഞാനൊരാളെ മനസ്സിൽ കണ്ടിരുന്നു. ആരാ സാർ? നമ്മുടെ അശോകൻ നല്ല നടനല്ലേ? ശരിക്കും അപ്പം ഞെട്ടിയത് ഞാനാണ്. അശോകൻ മധുസാറിനെ എടാ ജോസഫ് എന്ന് സ്ക്രീനിൽ വിളിച്ചാൽ ജനങ്ങൾ കൂവും സാർ. അല്ല, ഇനി എങ്ങനെയൊക്കെ മേക്കപ്പിൽ നമ്മൾ മാറ്റം വരുത്തിയാലും അത് അശോകനാണ് നിൽക്കുന്നതെന്ന് ജനത്തിനറിയാമല്ലോ. മധുസാറിനെ നോക്കി എടാ ജോസഫേ എന്ന് വിളിച്ചാൽ അപ്പം കൂവും. നിൻ്റെ അച്ഛനെ നീ ഇങ്ങനെ വിളിക്കോടാ മറ്റവനെ എന്ന് ചോദിക്കും. പിന്നെ ആര് എന്നായി തമ്പി സാർ. നിങ്ങൾക്കാരെയും പറയാനില്ലേ? അത് എൻ്റെ സജഷൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരെനിക്ക് പറയാനുണ്ട്. ആര്? ഞാൻ പറഞ്ഞു നമ്മുടെ P. ശ്രീകുമാർ. ഞാനത് ഓർത്തേ ഇല്ലല്ലോ. ഒരു വല്ലാത്ത ഒരു ചിരി ഇരിച്ചു വന്നിട്ട് സാറിന്. നിങ്ങളുടെ ആൾ അല്ലേ? ഞാൻ ശ്രീകുമാരേട്ടനും ഒരു ഗ്യാങ് എന്നാണ് പുള്ളി കരുതി വെച്ചേക്കണം. നിങ്ങളുടെ ആൾ അല്ലേ? ശ്രീ എൻ്റെ ആദ്യകാല സുഹൃത്താണ്. P. ശ്രീകുമാറിനെ പറയുന്നത് ശ്രീ. അയാളുടെ റേറ്റ് എത്രയാണ് ഇപ്പോൾ? കാശിൻ്റെ കാര്യത്തിൽ ശ്രീകുമാരേട്ടൻ കണിശക്കാരനാണ്. സാറിൻ്റെ പടമാകുമ്പോൾ ചിലപ്പോൾ വാശി പിടിക്കില്ല. ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ തമ്പി സാറിന് ഒരു ആശ്വാസമായി, സന്തോഷമായി. ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾ എന്നെ വിളിക്കും. ഞാൻ ശ്രീകുമാരൻ ചേട്ടനെ വിളിച്ചു, കാര്യം പറഞ്ഞു. നീ അങ്ങ് എത്തിയോടെ എന്നാണ് ആദ്യം ശ്രീകുമാരൻ ചേട്ടൻ ചോദിച്ചത്. എത്തേണ്ടടത്ത് തന്നെ എത്തിയോടെ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. ഞങ്ങൾ സമകാലീനരാ, ഒരു കാലത്ത് ഒന്നിച്ച് സിനിമയിലെത്തിയവരാ. അങ്ങർക്ക് ചില നേരത്ത് ജാതിക്കുണം വരും. അപ്പോൾ ആരെങ്കിലും ഒന്ന് താഴ്ത്താൻ നോക്കും. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല, അത് നിനക്കറിയോ? എന്നിട്ട് എന്തു പറ്റി? എന്നോട് അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ നല്ല അടുപ്പക്കാരല്ലേ? ദിനേശ് തന്നെ സംസാരിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. അത് അയാൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ഒരു വൈക്ലബ്യം കൊണ്ടായിരിക്കും. എന്താ കാര്യം? അയാൾ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എടാ പോടാന്ന് വിളിക്കും. ഞാനാര്? അയാളുടെ വീട്ടിലെ ജോലിക്കാരനോ? എന്നെ എടാ പോടാന്ന് വിളിക്കരുതെന്ന് ഞാൻ വാൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നീ ആര്? തിരുവനന്തപുരത്ത് ഗുണ്ടയാണോ? എൻ്റെ സ്വഭാവം മാറി. ഇനി എന്നെ എടാ പോടാ എന്ന് വിളിച്ചാൽ പരസ്യമായി ഞാൻ എടാ തമ്പി സുഖമാണോ എന്ന് ചോദിക്കും. അങ്ങനെ തിരിച്ചു പറഞ്ഞു. പിന്നെ കണ്ടാൽ തമ്പി കാണാതെ പോവും. എനിക്ക് അയാളെ ഇഷ്ടമാണ് ദിനേശ്. മദ്രാസിൽ പട്ടിണി കിടന്ന കാലത്ത് 50ഉം 100ഉം വെച്ച് പല തവണ എനിക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് അതൊന്നും മറക്കാനാവില്ല ദിനേശ്. ഞാൻ വരാം, നീ ഡേറ്റ് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടാ എത്ര പറയണം എന്ന് കേട്ടു. നീ പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെയാണ്.
സാർ ശിവകുമാരേട്ടൻ ഓക്കെയാണ്, സന്തോഷം. എത്രയാണ് ഷീയുടെ ഇപ്പോഴത്തെ റേറ്റ്? 3.5 ലക്ഷം. ഷോ, അതിത്തിരി കൂടുതലാണ്. ഒന്ന് ദിനേശ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വിളിച്ചു വീണ്ടും ശിവകുമാരേട്ടനെ, ചേട്ടാ 2 മതിയോ എന്ന് കേട്ടു. അപ്പോൾ ചേട്ടൻ 3.5 വാങ്ങിക്കുന്ന കാലമാണ്. 2 മതിയോ എന്ന് ചോദിച്ചു. 2 1.5 അയാൾക്ക് ഇഷ്ടമുള്ള തരാൻ പറയടേ. 1.5 ലക്ഷം ആയാലും മതിയെന്ന്. അയാൾക്കിപ്പോൾ മോശ സമയമാണെങ്കിൽ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ചോദിക്കില്ല, ഫിക്സ് 2 ലക്ഷം കൊടുത്താൽ മതി. തമ്പി സാറിനോട് ഞാൻ പറഞ്ഞു. ശ്രീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. തമ്പിയോട് എനിക്ക് ഇളുത്ത് വാങ്ങാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയണേ. ഒരുപാട് പൈസ സാർ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 50 രൂപയായിട്ട് 100 രൂപയായിട്ട് മദ്രാസി വെച്ച് പട്ടിണി കിടന്നപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. 3.5 ലക്ഷം രൂപ 2 ആക്കിയതിൽ തമ്പി സാറിന് ഭയങ്കര സന്തോഷം. പോകാനിരിക്കുമ്പോൾ ഒരാവശ്യമില്ലാതെ ഞാൻ കൊണ്ടുവന്ന കവറ് സാറിന് നീട്ടി. എന്താ ഇത്? ഒരു 10-15 DVD ആണ് സാർ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? സാറ് ഇത് ഈ 15 DVD ഒന്ന് കാണണം. എന്തിന്? വർത്തമാനകാല മലയാള സിനിമയെപ്പറ്റി സാറിന് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എനിക്കതറിയണ്ട. ഞാൻ ശശികുമാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് സാർ ഇതൊക്കെ ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞത്. കവറെടുത്ത് നീട്ടി തിരിച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ആ കവർ വാങ്ങിച്ചോണ്ട് ഞാൻ പോയി. കൂടുതലൊന്നും പറഞ്ഞില്ല പുള്ളി. കവറെടുത്ത് തിരിച്ച് കിട്ടി, അവിടെ വെച്ചോളൂ. ഞാൻ അത് വാങ്ങിച്ചോണ്ട് ചമ്മി വെളിയിറങ്ങി വീട്ടിലേക്ക് പോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇന്ന് ചെയ്യാനിരുന്ന എപ്പിസോഡ് ശാരദാമ്മയെക്കുറിച്ചാണ്. ശാരദാമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതോ അറിഞ്ഞൂടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അത് വെച്ചൊരു നല്ല എപ്പിസോഡ് ശാരദാമ്മയെക്കുറിച്ച് ചെയ്യണം എന്നാലോചിച്ച് കുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ശാരദാമ്മയെ എവിടെ വെച്ചാണ് ആദ്യം പരിചയപ്പെട്ടതെന്ന് പറയണമല്ലോ. അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്റ്റോറി വഴിമാറിപ്പോയത്. ശാരദാമ്മ കോൺട്രോൾ ചെയ്യപ്പെടുകയും കഥ വഴിമാറിപ്പോയത്. ശാരദാമ്മയെക്കുറിച്ചുള്ള കഥ, ഞാൻ ശാരദാമ്മയെ പരിചയപ്പെട്ട കഥ, ശാരദാമ്മയുടെ ക്യാരക്ടറിനെ കുറിച്ച്, അവരുടെ ജീവിത അവസ്ഥയെക്കുറിച്ച്, തമ്പി സാറുമായി പിണങ്ങേണ്ടി വന്നതിനെക്കുറിച്ച് ഒക്കെ രസകരമാണ് ആ വിഷയം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.